കളിക്കാറില്ല. കോൺഗ്രസിൽ പൊട്ടിത്തെറി, മാധ്യമങ്ങളോട് ക്ഷോഭിച്ച VD സതീശൻ. ഇടുക്കി കുമിളിയിൽ കനത്ത മഴ. 1-ാം മൈൽ ഭാഗത്ത് ശക്തമായ മഴയെ തുടർന്ന് കടകളിലേക്ക് വെള്ളം കയറി. പെരിയാർ കരകവിഞ്ഞു. കട്ടപ്പന കുന്തളംപാറയിൽ ഉരുൾപൊട്ടൽ. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാനത്തുടനീളം. ഇടുക്കിയിൽ അതിശക്തമായ മഴ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ന് 9 മണിയോടുകൂടിയാണ് വീണ്ടും ഇടുക്കി ജില്ലയിലെ കുമളി മേഖലയിൽ ശക്തമായ മഴ ആരംഭിച്ചത്. ഇന്നലെയും സമാനമായ രീതിയിലായിരുന്നു മഴയുണ്ടായിരുന്നത്. വ്യാപക നാശനഷ്ടം ഇന്നലത്തെ മഴയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ കുമളി മേഖലയിൽ മഴ പെയ്യുന്നത്. പ്രധാനമായും കുമളിയുടെ പല താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കുഴിക്കണ്ടം ഉൾപ്പെടെയുള്ള മേഖല, കുഴിക്കണ്ടം മട്ടപ്പുളം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് നിലവിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. കൂടാതെ ടൗണിന്റെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ പഞ്ചായത്ത് നടത്തുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം അവർ നടത്തിവരികയാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാതയിൽ നിലവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു വാഹനങ്ങളൊന്നും കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ മണ്ണിന് ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത വേണമെന്നുള്ളൊരു നിർദ്ദേശം നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖലയിലെല്ലാം തന്നെയുള്ളത്. ഈ വെള്ളം വീടുകളിലേക്കും അതുപോലെ തന്നെ കടകളിലേക്കും കയറുന്നു എന്നുള്ളതിന്റെ ഒരു ആശങ്ക എല്ലാവരിലും തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ വണ്ടിപ്പെരിയാർ മേഖലയിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ മഴ മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ 13 ഷട്ടറുകൾ തുറന്നാണ് നിലവിൽ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 7000 കനയടിയിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പലയിടങ്ങളിലും പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യവുമുണ്ട്. രാത്രിയിൽ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തീരപ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിലവിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.